പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പീസിൽ ഇതുപോലെ സ്കെയിൽ ചെരിച്ച് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ഇഞ്ച് വിട്ട് വരുന്ന ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് എടുക്കേണ്ടത്. ക്രോസ് പീസ് ആകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇനി ഈ 2 ക്രോസ് പീസിൻ്റെ ഈ ആംഗിൾ പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ക്രോസ് പീസ് കിട്ടുക. ഇത് കണ്ടില്ല, നല്ല വെലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് യൂനക്കൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ്. അപ്പോൾ എത്ര ലെങ്ത്തിലാണോ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇതുപോലെ പീസസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അറ്റം നമ്മളൊന്ന് കട്ട് ചെയ്ത് നേരെയാക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് എങ്ങനെയാണ് ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ബ്ലൗസ് എടുത്തിട്ട് അതിൻ്റെ നമ്മളെ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കയറ്റി വേണം വെക്കാൻ ഇതുപോലെ. എന്നിട്ട് നമുക്ക് സാരി ബ്ലൗസിൻ്റെ ആ നെക്കിൻ്റെ അറ്റവും ഈ ക്ലോത്തിൻ്റെ അറ്റവും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിൽ നിങ്ങൾ ഇതുപോലെ ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്താണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ബാക്ക് ഭാഗം ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ ഷോൾഡറിൽ നിന്ന് ബാക്കിൽ താഴത്തോട്ടേക്ക് ഒരു 2 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ആ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ആ പീസ് നെക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പീസും കൂടി അവിടെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടേക്ക് വെക്കും. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കണം, ഒരേ അളവിലാണ് വരേണ്ടത്. നല്ല നെക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ ബ്ലൗസിലെ ക്ലോത്തിൻ്റെ അറ്റവും നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസിൻ്റെ അറ്റവും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ആ ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു മാർക്കിങ് കൊടുത്തില്ലേ, ആ ഒരു സ്ഥലത്തെത്തുമ്പം അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഹാങ്ങിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാർക്കിങ് കൊടുത്തില്ല, ആ സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക. 2 ഭാഗത്തും അതുപോലെ ചെയ്യണം. ആദ്യത്തെ ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ അത് വിട്ടുപോയി, സോറി. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തെത്തുമ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചില്ല, അതുപോലെ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എൻഡിലെത്തുമ്പം ഇതേപോലെ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ വെച്ചില്ലേ, അതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ക്രോസ് പീസ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഭാഗം തിരിച്ചിട്ടിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്ത ഗ്യാപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്താൽ മതി. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് കൂടി ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കുറച്ച് പീസ് എക്സ്ട്രാ വരും. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബ്ലൗസിൻ്റെ മറ്റു ഭാഗത്തൊന്നും കത്രിക കൊള്ളാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്ത് മാറ്റാൻ.
അങ്ങനെ ബ്ലൗസിൻ്റെ മറ്റേ അറ്റം വരെ ആ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം എന്താ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് ഹെം ചെയ്തെടുക്കാം. അപ്പോൾ ഹെമ്മിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഹെം ചെയ്തെടുക്കാൻ. അപ്പോൾ സൂചി നൂലും ഇതുപോലെ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുക. മറ്റേ എൻഡ് വരെ നമുക്ക് തുന്നി എടുക്കാം. ഇതേ രീതിയിൽ മറ്റേ അറ്റം വരെ നമുക്ക് തുന്നി എടുക്കാം. എന്നിട്ട് മറ്റേ അറ്റത്തെത്തുമ്പം അതുപോലെ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തിയാൽ മതി. അപ്പോൾ ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വൃത്തിയിലൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.